തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും തെരുവോരങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ കച്ചവടം നടത്തുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. തളിപ്പറമ്പ് നഗരസഭാ പരിധിയിലെ അനധികൃത കച്ചവട സ്ഥാപനങ്ങളിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടിച്ചെടുത്തത്. പച്ചക്കറി കടകളിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും തെരുവോരങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ വിൽക്കുന്ന കസേര, കിടക്ക തുടങ്ങിയവയുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. തുടർന്നും കർശന പരിശോധന ഉണ്ടാകുമെന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഹെൽത്ത് സൂപ്പർവൈസർ എ.പി. രഞ്ജിത് കുമാർ പറഞ്ഞു. കൂടുതലും ഈ പച്ചക്കറി വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിലാണ് ഈ ക്യാരി ബാഗുകൾ കൂടുതലായിട്ട് പിടിച്ചെടുക്കുന്നത്. എന്തായാലും കർശനമായി പരിശോധന ഇനിയും തുടരും. അതുപോലെ തന്നെ ഈ ക്യാരി ബാഗുകൾ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതിനുള്ള നടപടി ഇനിയും തുടരുന്നതാണ്. വഴിയോരങ്ങളിൽ ഇപ്പോൾ അനധികൃതമായിട്ട് നടത്തി വരുന്നവരുടെ കൂടുതലും മറ്റ് ഒരു ലൈസൻസോ ഒന്നുമില്ലാതെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ കസേര, കിടക്ക അങ്ങനെ പല സ്ഥാപനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അത് ഇപ്പോൾ ലൈസൻസ് എടുത്ത് നടത്തുന്ന കച്ചവടക്കാരുടെ കച്ചവടത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. അവർ കച്ചവടം ചെയ്ത് ഇവിടെ വേസ്റ്റ് മുഴുവൻ നഗരസഭയിലിടുകയും അവർ ലാഭം ഉണ്ടാക്കി പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി. രസ്ത, കെ. ജി. ദിവ്യ, കെ. എം. രമ്യ, കെ. പി. പ്രീഷ, പി. ലതീഷ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.